കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താടാ 2 ദിവസമായിട്ട് നിനക്ക് ഭയങ്കര ടെൻഷനാണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, അതേ അമ്മ, ഈ ബമ്പർച്ചെരിയിൽ നിന്ന് കിട്ടുന്ന 10 ലക്ഷം എന്ത് ചെയ്യണം എന്നുള്ള ടെൻഷനിലാണെന്ന്. എൻ്റെ അമ്മ പറഞ്ഞു, ഇത്രയും നാൾ നീ അവിടെ പെർഫോം ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു എപ്പിസോഡ് ഇതാണെന്ന് ചോദിച്ചു. പറഞ്ഞു, എന്താ അമ്മയ്ക്ക് ഉറപ്പാണോ എനിക്ക് തന്നെ 10 ലക്ഷം കിട്ടുന്നത്? അല്ല, നീയല്ലേ പറഞ്ഞ 10 ലക്ഷത്തിൻ്റെ എപ്പിസോഡിൽ സ്ലൈം വയ്ക്കില്ല എന്ന്. ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നൊക്കെ പറഞ്ഞവൻ എൻ്റെ കൈ കിട്ടി ഞാൻ തല്ലിക്കൊല്ലും. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് എന്നിൽ വിശ്വാസം കുറവാണെങ്കിൽ എൻ്റെ അമ്മായിമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ 100% ഉറപ്പാണ്. അമ്മായിമ്മ പറയുന്നത് എനിക്കിത് കിട്ടുന്നതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, എനിക്ക് ഈ 10 ലക്ഷം കിട്ടാൻ വേണ്ടി അന്തോണിയൂസ് യൂണിയാളിന് 7 മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടെന്നാണ്. ലക്ഷം ഒന്നിന് 1 മെഴുകുതിരിയെങ്കിലും കത്തിച്ചാൽ 10 മിനിമം കത്തിക്കേണ്ട മമ്മീന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു, പുണ്യാളിനാണെങ്കിലും മനുഷ്യന്മാരുടെ കാര്യമില്ലടാ, കിട്ടുമ്പോൾ ബാക്കി 3 നമുക്ക് കത്തിക്കാമെന്ന്. എന്തായാലും ഈ 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ് തുടങ്ങണതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. അപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങണം എന്നുള്ളതായി എൻ്റെ അടുത്ത ടെൻഷൻ. പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് ആട്ടുംകാട്ടം ഉണക്കി പൊടിച്ച് ആലിയ ഭട്ടിൻ്റെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ പറയിക്കണം, ഇതിലുണ്ട് 101 കട്ടാർ വാഴയുടെ ഗുണങ്ങളും 12 അമൂല്യ ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട്. അപ്പോൾ കിട്ടും മണം മയക്കുന്ന ആത്മവിശ്വാസവും ആരെയും വെല്ലുന്ന കോൺഫിഡൻസും. ഏത് ഈ ആട്ടുംകാട്ടം തേച്ചിട്ട്. പക്ഷേ ഇതിൽ ഈ 101 കറ്റാർവാഴ എന്ന പോയിന്റ് കേൾക്കുമ്പോൾ തന്നെ മലയാളി ചോദിക്കും, ഇത് കലക്കി കുടിക്കണോ അത് അരച്ച് തേക്കണമെന്ന്. അതെ, ആയുർവേദം, വെജിറ്റേറിയൻ, ഓർഗാനിക്, ഈ സാധനത്തിന് നമ്മുടെ അവിടെ ഗംഭീര മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ മാർക്കറ്റിൽ ഇറക്കാമെന്നാണ്. ഒരു ആയുർവേദിക് ഉൽപ്പന്നം നമ്മുടെ മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന താളിയോല. ഈ നൂറ്റാണ്ടുകൾ, ഈ ഒരൊറ്റ സെൻറ്റൻസിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഭാരതീയർ എത്ര മടിയന്മാരാണ്. നൂറ്റാണ്ടുകളായിട്ട് ഈ സാധനം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റൊരുത്ത് ഇത് പകർത്തി എഴുതാനുള്ള ഒരു എഫർട്ട് എടുത്തിട്ടില്ല. ടൈപ്പ് റൈറ്റർ വന്നു, ടൈപ്പ് ചെയ്യായിരുന്നു. കമ്പ്യൂട്ടർ വന്നു, അതിൽ സ്റ്റോർ ചെയ്യുന്നു. ഇല്ല, നൂറ്റാണ്ടുകളായി സാധനം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ് ഞാൻ പിന്നെ ആലോചിച്ചത്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ചത് എൻ്റെ ചേട്ടൻ ഉപയോഗിച്ചിരുന്ന താളിയോലയാണ്, ടെക്സ്റ്റ് ബുക്ക്. അവനത് കിട്ടിയത് എൻ്റെ കസിൻ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. അവൾക്കത് കിട്ടിയത് അവളുടെ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. ഇത്തരത്തിൽ കൈമാറി വന്നൊരു താളിയോല മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളൂ. ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ടെക്സ്റ്റ് ബുക്കിലെ പടങ്ങൾക്ക് മീശ വരയ്ക്കുക, താടി വരയ്ക്കുക, ഇങ്ങനത്തെ പല പരിപാടികളുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ വരച്ച് കഴിഞ്ഞിട്ട് അതിൽ ബാക്കി സ്ഥലം ഉണ്ടാവാറില്ല. എൻ്റെയൊക്കെ ഫിസിക്സ് ടെസ്റ്റിൽ ഐസക് ന്യൂട്ടനെ പറഞ്ഞു കഴിഞ്ഞാൽ ബാബു ആൻ്റണിയുടെ ചായയായിരുന്നു. ആദ്യമായിട്ട് ബാബു ആൻ്റണീനെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഐസക് ന്യൂട്ടൻ എന്നാണ്. അപ്പോൾ ഈ താളിയോല സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 12 അമൂല്യ ഔഷധ സസ്യങ്ങൾ. ഇതിൻ്റെ ഹിന്ദി പരസ്യം കാണാൻ നല്ല രസമാണ്. ഈ അമൂല്യ ഔഷധ സസ്യങ്ങൾ ജഡി ബൂട്ടിയ എന്നാണ് ഇവർ പറയാം. ഒരു കാലത്ത് എനിക്ക് ഭയങ്കര ട്രിപ്പുള്ള ഒരു വാക്കായിരുന്നു ഈ ജഡി ബൂട്ടിയ. എന്നോട് എന്തറിയാത്തൊരു കാര്യം ചോദിച്ചാലും ഞാൻ പറയും ജഡി ബൂട്ടിയാന്ന്. ഇപ്പോൾ വീട്ടിൽ ചെറിയ പിള്ളേർ കളിക്കാൻ വന്നിട്ട് ചോദിക്കും, ചേട്ടാ അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മോളെ അത് ജഡി ബൂട്ടിയാണ്, തുടരുത് എന്ന് പറയും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോടാ, ലൈഫും അടുത്തു, ആത്മഹത്യയുടെ വകത്ത, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അവനോട് പറഞ്ഞു, നീ നിൻ്റെ ലൈഫിൽ ജഡി ബൂട്ടിയെ കണ്ടെത്തണം. ഇവൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് പോയി. എന്തായാലും ഇവൻ്റെ ലൈഫിൽ ജഡി ബൂട്ടിയെ കണ്ടെത്തിയെന്ന് എനിക്ക് മനസ്സിലായി. 2 ദിവസം മുമ്പത്തെ മനോരമ പേപ്പറിൽ ഫ്രണ്ട് പേജിൽ ഇവൻ്റെ പടം ഉണ്ടായിരുന്നു. 5 കിലോ നിരോധിത പച്ചിലയുമായി യുവാവ് പിടിയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ താളിയോലയും ജഡി ബൂട്ടിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബ്രാൻഡ് നെയിമാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് ആയുർവേദം അല്ലെങ്കിൽ അത് ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതിനൊരു സവർണ ഹിന്ദു പേര് വേണം. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സാമ്പാർ പൊടി ബ്രാഹ്മിൻസ്, ഫ്രാൻസിസ് സാമ്പാർ പൊടി ആരും മേടിക്കില്ല. ഇതേ സാധനം ഫ്ലിപ്പ് അടിച്ചാലും ചിക്കൻ മസാല ബ്രാഹ്മിൻസ് ആരും മേടിക്കില്ല. അവിടെ വേണമെങ്കിൽ ഫ്രാൻസിസ് വർക്കാവും. ഇതെനിക്ക് മനസ്സിലാക്കി തന്നത് കാദറിക്കാണ്. ഇത് ഏത് കാദറിക്കാന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. സിന്ധുലേഖ എയർ ഓയിലിൻ്റെ ഫൗണ്ടർ MN ഖാദർ. ആൾക്കറിയായിരുന്നു ഈ സാധനത്തിന് ആമിന എന്ന് പേരിട്ടാൽ ആരും മേടിക്കില്ല എന്ന്. അപ്പോൾ ഒരു ബ്രാൻഡിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിനൊരു ബ്രാൻഡ് അംബാസിഡറാണ്. അതായത് ഒരു മോഡൽ. ഞാൻ ഈ പരിപാടിക്ക് ഈ മോഡലായിട്ട് മനസ്സിൽ കണ്ടിട്ടുള്ളത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചീനെയാണ്. സംഗതി മഞ്ജു ചേച്ചിയുടെ തലയിലിരിക്കുന്നത് വിഗ്ഗാന്ന് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിലും മഞ്ജു പിള്ള പറഞ്ഞാൽ മലയാളി വിശ്വസിക്കും. കേട്ടിട്ടില്ലേ, പിള്ള മനസ്സിൽ കള്ളമില്ലാന്ന്. അത്രയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിങ് പരിപാടി കഴിഞ്ഞു. ഇത്രയും കാര്യം സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയർ ഓയിൽ മാർക്കറ്റിൽ ഇറക്കും. സംഗതി ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് ഗംഭീര ഡിമാൻഡ് ആണെങ്കിലും ഒരു ആയുർവേദ ഡോക്ടർക്ക് വലിയ വിലയില്ല എന്ന് മനസ്സിലാക്കിയത് ഈ അടുത്താണ്. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന് പറയും. മലയാളി അതിനൊരു തൊഴിലായിട്ട് പോലും കണ്ടിട്ടില്ല. ഈ തൊഴിൽ രഹിതനായ ഞാൻ കല്യാണം കഴിക്കാൻ പോയിട്ട് ഒരു ഡോക്ടറെന്ന് കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞ് ആയുർവേദ ഡോക്ടർ ആയിരിക്കില്ലേ എന്ന്. പക്ഷേ അലോപ്പതി ഡോക്ടർമാരുടെ സ്ഥിതി ഇതല്ല. ഇവരെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ബഹുമാനിക്കേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. പണ്ടായിരുന്നു കൂട്ടുകാരി, ഇപ്പം ഞങ്ങൾ വലിയ കമ്പനിയില്ല. കാരണം അവൾ എൻ്റെ ഭാര്യയാണ്. ഇവള് PGക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവളെ പരിചയപ്പെടുന്നത്. ഇവളൊരു കണ്ണ് ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചു, നീയാണോ ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത്, നീയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഈ കണ്ണ് ഞാൻ ടെസ്റ്റ് ചെയ്യില്ല, അത് ഒപ്റ്റോമെട്രിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നീയാണോ ഈ ലെൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഈ ലെൻസ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യില്ല, അത് ഒപ്റ്റോമെട്രിസ്റ്റ് ചെയ്യുന്നത്. അല്ല, അപ്പോൾ നീ അവിടെ സത്യത്തിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ഈ കണ്ണിൽ പോയിട്ടുള്ള ഫോറിൻ ബോഡി റിമൂവ് ചെയ്ത് ഡ്രോപ്സ് എഴുതി കൊടുക്കുന്നു. 5 വർഷത്തെ MBBS, 3 വർഷത്തെ PG കഴിഞ്ഞിട്ട് ഇവള് കണ്ണീത്തെ കരടെടുക്കുന്നു. എൻ്റെ അമ്മ ഇത് അറിയണ്ട.
കണ്ണി കരട് പോയി എന്ന് പറഞ്ഞ തെക്കോട്ട് നോക്കുന്ന പറഞ്ഞ് വടക്കോട്ട് ഒറ്റ ഊതണമ്മ കൃഷ്ണമണിയൊക്കെ ഊതി പറപ്പിക്കും. ഇനി നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാൻ പോയിന്നായിരിക്കും, അവിടെ ഡോക്ടർ യൂസ്ഡ് കാരണം ഷോറൂമിൽ കിടക്കണ കാരണക്കാലും വില. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പലപ്പോഴും എനിക്ക് അറിയാവുന്ന ഡോക്ടർ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ചേട്ടന്മാരെ നിങ്ങൾ ഈ സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഓടിക്കാൻ അറിയില്ലേ, വെറുതെ വീട്ടിൽ കൊണ്ടുപോയിടണോ, എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ യൂസ്ഡ് കാറിന് ഇത്ര വില എന്നുള്ളത്? ഇതിനൊരു തൃപ്തികരമായ മറുപടി പറയാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അന്ന് ഞാൻ തീരുമാനിച്ചതാ ഞാൻ കെട്ടണമെങ്കിൽ ഒരു ഡോക്ടറെ കിട്ടുള്ളൂ എന്ന്. കാരണം നാളെ ഇവളെങ്ങാൻ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്റെ 2ാം കല്യാണത്തിന് മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ എഴുതും ഡോക്ടർ യൂസ്ഡ്.